സി തോമസ് കോൺഗ്രസിൽ നിന്ന് ശ്രീ രാജു പി നായർ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ NM പിയേഴ്സൺ, അതോടൊപ്പം തന്നെ മാധ്യമ പ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ശ്രീ ആനന്ദ് കൊച്ചുകൂടി എന്നിവരാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം ഉള്ളത്. ശ്രീ സി തോമസ്, ഈ PSC കോഴ ആരോപണം സംബന്ധിച്ച് പാർട്ടിയുടെയും സർക്കാരിൻ്റെയും നിലപാടെന്താണ്? ഈ കാര്യത്തിൽ പാർട്ടിയുടെ അന്വേഷണവും പോലീസിൻ്റെ അന്വേഷണവും നടക്കട്ടെ എന്നാണോ? ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള അല്പം മാധ്യമ സൃഷ്ടി കൂടിയായിട്ടുള്ള ഈ വിവാദത്തെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നു, കഴിഞ്ഞ 2 പ്രവൃത്തി ദിവസങ്ങളായി കേരളത്തിന്റെ നിയമസഭയിൽ ചർച്ച ഉയർന്നു വരുന്നുണ്ട്. ഉയർന്നു വരുന്ന ചർച്ചകളോടൊന്നും അല്പം പോലും മുഖം ധരിക്കാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള വകുപ്പ് ചുമതല കൈകാര്യം ചെയ്യുന്ന ബഹുമാനീയരായ മന്ത്രി പദവി അലങ്കരിക്കുന്നവർ സംശയത്തിനൊരു നെല്ലിട പോലും ഇല്ലാതെ ഇക്കാര്യങ്ങൾക്കകത്ത് മറുപടി നൽകിയിട്ടുമുണ്ട്. അതായത് ഇത്തരത്തിൽ ഏതെങ്കിലും വിധത്തിൽ തട്ടിപ്പിന് സമാനമായ അതിൻ്റെ ഒരു ലാഞ്ചന കലർന്ന ഒരു അനുഭവമെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്തരം അനുഭവങ്ങൾക്കെതിരെ അതിശക്തമായ നടപടി സ്വീകരിച്ചു പോന്നിട്ടുള്ളതാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരുകളുടെ പാരമ്പര്യവും ചരിത്രവും. അതിൽ നിന്ന് വ്യത്യസ്തമായി യാതൊന്നും ഇവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. മറിച്ച് മാത്രമല്ല, ഇത്തരം തെറ്റായ ചില പ്രചരണങ്ങളുടെയും വാർത്തകളുടെയും മാത്രം അടിസ്ഥാനത്തിൽ രാജ്യത്തിനും ലോകത്തിനും മുമ്പിൽ അഭിമാന സ്തംഭമായി ഉയർന്നു വന്നിട്ടുള്ള കേരളത്തിന്റെ PSCയെ ബോധപൂർവം അതിൻ്റെ അഭൂതപൂർണമായ നേട്ടങ്ങളെ തമസ്കരിക്കാനും ഇല്ലായ്മ ചെയ്യുവാനുമുള്ള ശ്രമങ്ങൾ അങ്ങേയറ്റം അപലപനീയമാണെന്നും ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ പ്രസ്താവനയിൽ ചോദ്യം ഒന്ന് ആവർത്തിക്കട്ടെ. അതായത് ഈ കാര്യത്തിൽ FIR ഇട്ട് പോലീസ് അന്വേഷിക്കണമെന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. പാർട്ടി ഈ കാര്യത്തിൽ ചില പരിശോധനകൾ നടത്തുന്നുണ്ട് എന്നാണ് അറിയുന്നത്. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതല്ല ഇന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഇന്നലെ പറഞ്ഞത് നാട്ടിൽ അങ്ങനെ പല തട്ടിപ്പും നടക്കുന്നുണ്ട്, അതിന്റെ സ്വാഭാവികമായ നടപടികളുമായി മുന്നോട്ട് പോകും എന്നായിരുന്നു. ഇന്ന് അദ്ദേഹം പറഞ്ഞത് മാധ്യമങ്ങളിലൂടെ ഞാൻ അറിഞ്ഞതല്ലാതെ ഈ കാര്യത്തെക്കുറിച്ച് യാതൊന്നും അറിവില്ല എന്നാണ്. അപ്പോൾ എന്താണ് സർക്കാരിൻ്റെ ഈ വിഷയത്തിൽ നിലപാട്? പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് പോലെ ഒരു പോലീസ് അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ? അല്ല, ഭാവിയിൽ അത്തരമൊരു ആവശ്യത്തിലേക്ക് ഒരു പോലീസ് അന്വേഷണത്തിന്റെ പ്രസക്തി ഉതകുന്ന തരത്തിൽ തെളിവുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളോ പുറത്തു വരുമെങ്കിൽ തീർച്ചയായിട്ടും അത്തരമൊരു അന്വേഷണത്തിലേക്ക് പോകും. അക്കാര്യത്തിലൊന്നും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് തന്നെയാണ് ഇന്നും ഇന്നലെയുമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ ഇതിനുള്ള പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. അല്ല ജയ്ക്ക്, പക്ഷേ ഇങ്ങനെയൊരു പ്രശ്നം ഈ പാർട്ടിയിലെ ജില്ലാ ഘടകത്തിൽ സംഭവിക്കുന്നുണ്ട് എന്ന് പരാതിപ്പെട്ടത് മന്ത്രി കൂടിയായ മുഹമ്മദ് റിയാസാണ്. അപ്പോൾ അത് തന്നെ അവിടെ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ടെന്നതിന് തെളിവാണല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിന്റെ PSCയുടെ ചരിത്രത്തിൽ പ്രത്യേകിച്ച് നമുക്ക് സെലക്റ്റീവായ ഒരു വിചാരണ ഇപ്പൊ സവിശേഷകരമായി കുറെ കാലങ്ങളായി നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ. ഇടതുപക്ഷ കാലയളവിലെ PSCയുടെ ഒരു അനുഭവം നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്ക്. ഏതെങ്കിലും ഒരു അവസരത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പണം വാങ്ങിയിട്ട് PSC വഴി ഏതെങ്കിലും ഒരു തരത്തിൽ അതിന്റെ ബോർഡ് അംഗങ്ങളെ അല്ലെങ്കിൽ അതിന്റെ മറ്റു സുപ്രധാന പദവി അലങ്കരിക്കുന്ന ആളുകളെ തിരികെ കയറ്റിയതായിട്ട്, പിൻവാതിൽ വഴി കൈപിടിച്ചുകൊണ്ട് ഇരുത്തിയതായിട്ട് എപ്പോഴെങ്കിലും ഒരു ഇൻസ്റ്റൻസ് അങ്ങയുടെ മാധ്യമ പ്രവർത്തന അനുഭവത്തിൽ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും സൂചിപ്പിക്കാനുണ്ടോ? ഇപ്പോൾ അങ്ങ് എവിടെ നിന്നോ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങ് പറയുന്നു കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കോഴിക്കോട് CPIMന്റെ ജില്ലാ കമ്മിറ്റിക്ക് കീഴിൽ ഇത്തരത്തിലൊരു ക്രമക്കേട് നടന്നു എന്നതിനെ സംബന്ധിച്ച് പരാതിപ്പെട്ടു. അത്രേ. എവിടെ നിന്നാണ് അങ്ങേക്ക് അപ്രകാരം ഒരു വിവരം ലഭിച്ചത്? പരാതിയുള്ളത് ഞാൻ പറയട്ടെ, പാർട്ടിക്കകത്തെ പരാതിയെ സംബന്ധിച്ച് ഉണ്ടെന്നോ ഇല്ലെന്നോ ഞങ്ങൾക്ക് പൊതുസമൂഹത്തിൽ വന്ന് വിശദീകരിക്കേണ്ട കാര്യമില്ല. പൊതുസമൂഹത്തിന് അങ്ങനെ വിശദീകരിക്കേണ്ടതുണ്ടെങ്കിൽ അത് കേരളത്തിലെ നീതിന്യായ ക്രമം വഴിയും പോലീസ് സംവിധാനം വഴിയാണ് പരാതിപ്പെടേണ്ടത്. പാർട്ടിക്കകത്ത് ഞങ്ങൾ നടത്തുന്ന ചർച്ച പൊതുസമൂഹത്തിന് മുമ്പിലല്ല നടത്തേണ്ടത്. അങ്ങനെയാണെങ്കിൽ ജയ്ക്ക്, അതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, ഇത് പാർട്ടി കോടതിയോ പാർട്ടിയോ അന്വേഷിക്കേണ്ടതല്ല, പോലീസ് അന്വേഷിക്കേണ്ടെന്ന ഒരു ക്രിമിനൽ കുറ്റമാണ് എന്ന്. അപ്പോൾ മതിയായ തെളിവുകളില്ല എന്നതാണോ പോലീസ് അന്വേഷണം വേണ്ട എന്ന തീരുമാനത്തിലേക്ക് സർക്കാരിനെ എത്തിക്കുന്നത്? ഞാൻ സൂചിപ്പിക്കട്ടെ, ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയെടുത്ത് വിശദീകരിക്കാൻ വേണ്ടിയിട്ടല്ല. നമ്മുടെ നാട്ടിൽ എത്രയോ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. മതസ്ഥാപനങ്ങളുണ്ട്, മാധ്യമ സ്ഥാപനങ്ങളുണ്ട്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കകത്തും മതസ്ഥാപനങ്ങൾക്കകത്തും മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും പരാതികളും ഉണ്ടാവാറില്ലേ? 24 ന്യൂസ് ചാനലിൽ അങ്ങ് ഉൾപ്പെടുന്ന മാധ്യമ പ്രവർത്തകർക്കിടയിൽ ആർക്കെങ്കിലും തമ്മിൽ അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മാനസിക ശാരീരികമായ പീഡനത്തിന് അനുഭവങ്ങളോ ഉണ്ടായാൽ 24 ന്യൂസിലായിരിക്കും ആദ്യം അങ്ങയുടെ സ്ഥാപനത്തിലെ ഒരു മാധ്യമ പ്രവർത്തകൻ പരാതിപ്പെടുക.
അപ്പോൾ ഞാൻ പുറത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, അത് 24 ന്യൂസും 24 ന്യൂസിന്റെ കോടതിയും ചേർന്നങ്ങ് പരിഹരിച്ചാൽ പോരല്ലോ, ഞങ്ങൾ പൊതുസമൂഹം കൂടി അറിയണ്ടേ എന്ന് ചോദിച്ചാൽ അപ്രകാരമായിരിക്കും. ഈ 24 ന്യൂസിൽ നിന്ന് നീതി കിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുന്ന പക്ഷം മാത്രമായിരിക്കും. അതായത് PSC അംഗത്വത്തിന് പണം വാഗ്ദാനം ചോദിച്ചു വാങ്ങുകയും അത് പിന്നീട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിവാദങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതിനെ ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാർ നേരിടുന്ന പ്രശ്നവുമായിട്ടാണോ ശ്രീ ജേക്ക് സി തോമസിനെ പോലെ ഒരാൾ താരതമ്യം ചെയ്യുന്നത്? ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നു, അങ്ങേക്ക് അപ്രകാരം ഒരു വ്യക്തമായ അറിവുണ്ടെങ്കിൽ സമഗ്രമായി ഈ പരാതിയെ സംബന്ധിച്ച് ആരിൽ നിന്ന് ആര് പണം സ്വീകരിച്ചു, എന്തായിരുന്നു വാഗ്ദാനം, ആര് പണം നൽകി, എത്ര ലക്ഷം നൽകി, എവിടെ വെച്ച് നൽകി, ഇത്തരത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങ് എന്നോട് പറ, അങ്ങ് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പറ. സത്യസന്ധമായി കേസെടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ആഭ്യന്തര വകുപ്പും അതിനെ നയിക്കുന്ന ഉറപ്പോടുകൂടിയുള്ള ഇടതുപക്ഷ നിങ്ങൾ ഈ കേസിനെ അന്വേഷിക്കേണ്ടത് ഞാനല്ലല്ലോ, മുഖ്യമന്ത്രിയല്ലേ നിയമസഭയിൽ പറഞ്ഞത് ഇതെല്ലാം അന്വേഷിക്കും, നാട്ടിൽ അങ്ങനെ പല തട്ടിപ്പും നടക്കുന്നുണ്ടാകും, അതൊക്കെ അതിന്റെ സ്വാഭാവിക നടപടികളിലൂടെ പോകുമെന്ന് ഞാനല്ലല്ലോ, മുഖ്യമന്ത്രിയല്ലേ ശ്രീ ജേക്ക് സി തോമസ് ഇന്നലെ നിയമസഭയിൽ പറഞ്ഞത്. എന്നിട്ട് താങ്കൾ ഇപ്പോൾ ഈ ചർച്ചയിൽ എന്നോടാണോ ഇതിനകത്തുള്ള തെളിവുകൾ ചോദിക്കുന്നത്? ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇതിൽ പോലീസിന്റെ അന്വേഷണം വേണ്ട എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നത്, ഇതിൽ പരാതിക്കാരില്ല, ഇതിൽ തെളിവുകളില്ല, കോഴ ചോദിച്ചതിനും കോഴ കൊടുത്തതിനും ഒന്നും ഒരു തെളിവും ഒരു പരാതിയുമില്ല എന്നതുകൊണ്ടാണോ എന്ന് ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്. അതുകൊണ്ടാണോ നിങ്ങൾ ഇതിൽ അന്വേഷണം വേണ്ട എന്ന് തീരുമാനിക്കുന്നത്? ഞാൻ മനസ്സിലാക്കുന്നു അങ്ങേക്ക് എൻ്റെ പ്രായത്തേക്കാൾ നല്ല അനുഭവ പരിചയവും മാധ്യമ പ്രവർത്തന മേഖലയിൽ അസാധാരണമായ നീണ്ട കാലത്തെ പ്രവർത്തന പരിചയമുള്ള ആളാണല്ലോ. അങ്ങയുടെ അനുഭവത്തിൽ എപ്പോഴാണ് ഏതെങ്കിലും ഒരു പത്രത്തിൽ 4 കോളം വാർത്ത വന്നാൽ ഉടനെ ഏത് സർക്കാരിന്റെ കാലയളവിലും പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി നമ്മുടെ ചാരക്കേസ് സൃഷ്ടിച്ചതുപോലെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെയും ചില രാഷ്ട്രീയ പ്രവർത്തകരുടെയും നെക്സസ് വഴി ചില ആളുകളെ ഇല്ലാതാക്കാൻ കള്ളത്തരത്തിൽ വാർത്തകളും പ്രചുര പ്രചാരവും സൃഷ്ടിച്ചതുപോലെ അങ്ങനെ കേസുണ്ടാക്കി പോകണം, എന്നിട്ട് ഒടുവിൽ നമ്പിനാരായണനെ പോലെയുള്ള ഇരകളെ സൃഷ്ടിച്ച് നമ്മുടെയും എന്റെയും അങ്ങയുടെയും നികുതി പണത്തിൽ നിന്ന് ഒടുവിൽ സർക്കാർ തന്നെ കോടാനുകൂടി വരുന്ന തുക കൊടുത്തു തീർക്കണം. അത്തരം അനുഭവങ്ങൾ സുലഭമായി ഉണ്ടാകണമെന്നുള്ളതാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ രണ്ടുപേരുടെയും പ്രവൃത്തി പരിചയമോ അനുഭവത്തിന്റെയോ പ്രശ്നമല്ല ജയ്ക്ക്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഇതിൽ അന്വേഷണം വേണ്ട എന്ന് തീരുമാനിക്കുന്നതിന് പിന്നിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരവും പുറത്തു വന്നിട്ടില്ല എന്നതാണോ കാരണം? അതാണ് ഞാൻ വളരെ ഡയറക്റ്റ് ആയിട്ടാണ് ജയ്ക്കിനോട് ചോദിക്കുന്നത്. അതാണോ പ്രധാനപ്പെട്ട കാരണം? ഞാൻ എന്തുകൊണ്ടാണ് അങ്ങയുടെ എന്നേക്കാൾ വലിപ്പമുള്ള അങ്ങയുടെ പ്രവർത്തന പരിചയത്തെയും ഓർമ്മകളെയും ഒക്കെ ഞാൻ ചോദിക്കാൻ കാരണം എന്താണ്? അങ്ങയുടെ അനുഭവത്തിൽ അങ്ങനെ ഓർമ്മിച്ചു നോക്ക്. സത്യസന്ധമായി ഇത്തരം ഒരു കേസിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വിവരം, ആധികാരികമായി എന്തെങ്കിലും ഒരു തെളിവ് അത്തരമൊന്ന് സമർപ്പിക്കപ്പെട്ടാൽ ആഭ്യന്തര മന്ത്രിയുടെ കസേരയിൽ ഇരുന്നാലും ഏത് മുന്നണി കേരളത്തിലെ സർക്കാരിനെ നയിച്ചാലും സ്വാഭാവികമായി പോലീസ് കേസെടുക്കാൻ നിർബന്ധിതമാക്കപ്പെടത്തില്ലേ? എത്ര അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒരു തെളിവുമില്ല. ആകാശത്ത് നിന്ന് ചില മാധ്യമ പ്രവർത്തകർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഇല്ലായ്മ ചെയ്യാൻ വാർത്ത സൃഷ്ടിക്കുന്ന പ്രക്രിയയുടെ ഭാഗമായി 2 ദിവസക്കാലം 3 ദിവസക്കാലം നീണ്ടുന്ന ഒരു വാർത്താ പ്രചരണം നടത്തുന്നു. എന്നിട്ട് വന്ന് ചോദിക്കുന്നു, ഞങ്ങൾ 4 ദിവസം വാർത്ത എഴുതിയില്ലേ, ഞങ്ങൾ 10 മണിക്കൂർ ചർച്ച ചെയ്തില്ലേ, നിങ്ങൾക്ക് എന്താ കേസെടുക്കാൻ എന്ന് ചോദിച്ചാൽ സാമാന്യ യുക്തിയുള്ള പോലീസുകാരാൽ നയിക്കപ്പെടുന്ന ഒരു നാട്ടിൽ സൗകര്യപ്പെടില്ല എന്നുള്ളതാണ്. വാർത്തകളോ അല്ലല്ലോ, പ്രതിപക്ഷമല്ലേ ജയ്ക്ക് നിയമസഭയിൽ ഇത് ആവശ്യപ്പെട്ടിരിക്കുന്നത്? പ്രതിപക്ഷമല്ലേ ജയ്ക്ക് നിയമസഭയിൽ ഇത് ആവശ്യപ്പെട്ടിരിക്കുന്നത്? ഞാൻ പ്രതിപക്ഷ നേതാവിന്റെ പ്രഭാഷണം എനിക്ക് ഇപ്പൊ എന്റെ മാത്രം കുഴപ്പമാണോ എന്നുള്ളത് അങ്ങ് ചൂണ്ടിക്കാണിച്ചാൽ ഞാൻ തിരുത്താം. അല്പകാലങ്ങളായി കേരളത്തിലെ പ്രതിപക്ഷ നേതൃപദവി അലങ്കരിക്കുന്ന പലരുടെയും പ്രഭാഷണങ്ങൾ ഇത്തരത്തിൽ വിവിധ വിഷയങ്ങളിൽ കേൾക്കാറുണ്ട്. ഒരു ദിവസം മാതൃഭൂമിയുടെ വാർത്തയായിരിക്കും പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗമെങ്കിൽ പിറ്റേ ദിവസം മനോരമയുടെ വാർത്തയായിരിക്കും പ്രസംഗം. ചില ദിവസം 24 ന്യൂസിന്റെ ആയിരിക്കും പ്രസംഗമെങ്കിൽ ചില ദിവസം ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ആയിരിക്കും പ്രസംഗം. പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം നടത്തപ്പെട്ടതിനു ശേഷം പിറ്റേ ദിവസം എന്താണ്? ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പ്രസംഗം നമ്മുടെ നിയമസഭയിൽ, മനോരമയുടെ വാർത്ത നിയമസഭയിൽ, 24 ന്യൂസിന്റെ വാർത്ത നിയമസഭയിൽ. വാർത്ത പ്രസംഗമാക്കുന്നു എന്ന കുലത്തൊഴിലൊഴികെ സത്യസന്ധമായ അറിവോ ഏതെങ്കിലും ഒരു തെളിവോ ഉന്നയിച്ചുകൊണ്ട് അല്പകാലങ്ങൾക്കിടയിൽ നിർഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് കാമ്പും കഴമ്പുമുള്ള ഒരു പ്രശ്നവും ജനങ്ങൾ